ഹായ് എവ്രി വൺ, ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ചെറിയൊരു പരിപാടിയുണ്ട്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഈ മഴക്കാലമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കശുവണ്ടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ചുട്ട് തിന്നാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങി കഴിക്കാറുണ്ട്, നമുക്ക് വൈറ്റ് കളറിൽ കിട്ടുന്നത്. പണ്ടൊക്കെ നമ്മൾ ചുട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഒന്ന് ചുട്ടിട്ട് തിന്നാന്ന് വിചാരിച്ച് വാങ്ങി വെച്ച് മഴ കാരണം ഒന്നും നടന്നില്ല. അപ്പോൾ ഇന്ന് കുറച്ച് മഴ കുറവുണ്ട്, അപ്പോൾ നമുക്ക് കശുവണ്ടി ചുട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ കശുവണ്ടി. കുറച്ച് നാളായിട്ട് ഇരിക്കണ കാരണം കണ്ടോ, അതിനൊക്കെ ചെറുതായിട്ട് പൂപ്പലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചുട്ടിട്ട് നമുക്ക് തല്ലി എടുക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഇതൊക്കെ കുറേ ആളുകൾ ഇപ്പോഴും കണ്ടിട്ടേ ഉണ്ടാവില്ല. ഇത് പഴയ കാലത്തൊക്കെ നമ്മൾ സാധാരണ ഇത് നിലത്തിട്ട് ചുട്ടിട്ട് പിന്നെ തല്ലി അതിൻ്റെ പരിപ്പ് എടുത്ത് കഴിക്കാറാണ്. അതിന് ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ശരി. നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഈ സ്ഥലം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, ചെറിയൊരു പനിയുണ്ട് അപ്പോൾ ഇവിടെ. ഓക്കെ, നിങ്ങളെ കുറച്ച് പുല്ലായതുകൊണ്ട് നമുക്ക് കാണില്ല. ആദ്യം നമുക്ക് പുല്ലൊക്കെ സെറ്റാക്കി ചെറിയ രീതി മതി, അധികമൊന്നും. അത്യാവശ്യം ഇപ്പോൾ പുള്ളിയാണ് വേണ്ടല്ലോ. ചെമ്പൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പൊ ആ പരിപാടി കഴിഞ്ഞു, നമുക്ക് നോക്കാം. ഇനി അടുത്ത പരിപാടി കുറച്ച് വിറകും കത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം. ഓക്കെ, ഇതാവുമ്പോഴേ കേടില്ല. ഇത് കിട്ടി കഴിഞ്ഞാൽ അവിടെ കിടന്നു പോകും. ഇനി കുറച്ച് വിറക് എടുത്തിട്ട് വരാം. വിറക് കിട്ടാൻ വലിയ പ്രയാസമാണ്, വീട്ടിലൊന്നും വിറകില്ല. ഇത് ഇപ്പോൾ മഴ നിന്നത് കൊണ്ട് അവിടെ നിന്ന് എടുത്തോടുന്ന വിറകാണ് നമ്മുടെ കശുവണ്ടി. ഇത് കടുവനുസരിച്ച് കത്തിച്ചു കൊടുത്ത് നോക്കാൻ പറ്റുമെന്നറിയില്ല. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. നമ്മളുടെ ഇപ്പൊ വരുന്ന കശുവണ്ടിയൊക്കെ വന്നിട്ട് കുറച്ച് കാലം തന്നെ ആയുള്ളൂ. അതിന് മുമ്പുള്ള സിസ്റ്റം എങ്ങനെയാണ്? എന്താ കത്തി പിടിക്കണേ, കത്തി പിടിച്ചില്ലെങ്കിൽ പണി പാളി. വീട്ടില് കുട്ടികളും ഇതൊന്നും ചെയ്യരുതേ, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. പൊള്ളും മാത്രമല്ല ഇതിന്റെ പശത്തെറിക്കും. വെന്തുകൊണ്ടിരിക്കുന്ന ഇതിന്റെ പശത്തെറിക്കും. നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മുടെ മേലേക്ക് എത്തും. കത്തണം നന്നായിട്ട്. കണ്ടോ ഈ സൗണ്ട് വരുന്നത്? അതിപ്പോ അതിൻ്റെ ഉള്ളില് അതിന്റെ കശുവണ്ടിയുടെ പശ കണ്ടോ ചീറ്റുന്നു. അപ്പൊ അടുത്തൊന്നും ചെയ്യാൻ പാടില്ല, അപ്പൊ കണ്ണും മൂക്കൊക്കെ പൊള്ളും. അതാണ് പണ്ടത്തെ ആൾക്കാർ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്നോ എനിക്കെന്നെ പേടിയാണ്. നീങ്ങിട്ട് ഇതൊക്കെ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ നമ്മളുടെ മുഖവും കൈയൊക്കെ പൊള്ളും. പണ്ട് സ്ഥിരമായിട്ട് പൊള്ളാറുള്ളതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ കൈമിക്കൊക്കെ ചീറ്റും. നമ്മളതിൻ്റെ അടുത്തുനിന്ന് പോവില്ല. ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ മുഖത്തിന്റെ ഷേപ്പ് മാറും. വെട്ടിക്കെട്ടാണ്, വെട്ടിക്കെട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയതൊക്കെ നമുക്ക് കറുത്ത കളറായി കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, അപ്പൊ അവനെയൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുക്കുക. വേണ്ട ഒരു കത്തണത് കത്തിക്കാൻ മാറ്റിയിടുക. ഇനി വിറകില്ലെങ്കിൽ ഒരു തന്നെ കത്തും. ഇതിന്റെ ഓയിലാണ് നമ്മൾ മറ്റേ വാർണിഷ് പെയിന്റൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഈ കശുവണ്ടിയുടെ ഓയിലാണ്. കിട്ടി 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 കിട്ടി. പക്ഷെ അടുത്ത് നിൽക്കാൻ പറ്റില്ല, എൻ്റെ മേലേക്ക് തെറിച്ചു ഓൾറെഡി. നമ്മൾ വടി എടുത്തിട്ട് പതുക്കെ കുറെ കരിഞ്ഞു പോകുന്നുണ്ട്. എനിക്കിത് വലിയ പണ്ടത്തൊന്നും ഒരു പ്രാക്ടീസ് ഇല്ല. ഇതൊക്കെ ആയതാണ്. ഈ ബ്ലാക്ക് ഫുള്ളായിട്ടുള്ളതല്ലേ, അതൊക്കെ നമുക്ക് മാറ്റാം. അതിനൊക്കെ ഓൾറെഡി വെന്ത് കഴിഞ്ഞ ഐറ്റംസാണ്. ഏകദേശം നമ്മളുടെ ചൂടൽ അവസാനിച്ചിട്ടുണ്ട്. കുറേയൊക്കെ വെന്തുണ്ട്, കുറെ വെന്തിട്ടില്ല. സാരി. ഓക്കെ,
സാധാരണ നമ്മളിതിൽ ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പൂഴിമണ്ണ് വാരി ഇടാണ് പതിവ്, പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം നമുക്ക് പൂഴിമണ്ണ് കിട്ടാൻ ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് പൊട്ടിച്ച് നോക്കാം എന്തുണ്ടാവും ശേഷം. നിങ്ങൾക്ക് കാണിച്ചാൽ കണ്ടോ നമ്മുടെ കശുവണ്ടിയുടെ കിടപ്പ്. ഇത് എളുപ്പമുള്ള പണിയൊന്നുമല്ല, നല്ല അധ്വാനമുണ്ട്. തീൻ്റെ അടുത്ത് നിൽക്കാനൊക്കെ നല്ല സുഖമാണ്. മേൽക്ക് പൊട്ടിത്തെറിച്ചിന് ആളറിയാം എവിടെയൊക്കെ പൊള്ളി പാടായിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് തണുത്തിട്ട് ഇത് നമുക്ക് തല്ലിയിട്ടുള്ള കണ്ടീഷൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കയ്യിന് അത്യാവശ്യം പണി കിട്ടി. നമുക്ക് കണ്ടോന്നറിയാം വെള്ള പാടുകളൊക്കെ ഇതിൻ്റെ പശ തെറിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ കുട്ടികളൊന്നും ഇത് ഒരിക്കലും ട്രൈ ചെയ്യരുത്. സാധാരണ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഓക്കെ, ഈ മണ്ണിലിടുമ്പോഴുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിലൊക്കെ മണ്ണിൽ പിടിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്നും വലിയ പ്രശ്നം വരില്ല. ഇത്രയ്ക്കും കിട്ടിയിട്ടുണ്ട്. നമുക്ക് തല്ലിയിട്ട് കാണാം. ഓക്കെ, ഇതുപോലത്തെ ചിരട്ടയാകുമ്പോൾ ഭയങ്കര ഈസിയാണ്, അത് പൊടിഞ്ഞു പോവില്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ട്രൈ. ഇതിലൊക്കെ നമുക്ക് വയ്ക്കുക. ഈ ഗ്ലൗസ് ഇട്ടിട്ടുള്ള എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാലേ കൈ പൊള്ളിയതുണ്ടോ അവിടെയൊക്കെ, ഇനി കൈൻ്റെ വിരലിമൊക്കെ പൊള്ളുന്നത്. കിട്ടി നമ്മുടെ ആദ്യത്തെ പരിപ്പ്. കണ്ടോ, ഇതുപോലെ ഇരിക്കും. പൊട്ടിക്കാണ്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. ചിലപ്പോഴൊക്കെ പൊട്ടും. കണ്ടതിന് മുകളിലൊരു കോട്ടിങ് ഉണ്ട്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഈ കളറാവില്ല, അതുകൊണ്ട് ഇതിന് ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഇരിക്കട്ടെ. കണ്ടോ പരിപ്പ്, ഈ പുറത്തെ കവറങ്ങോട്ട് കളഞ്ഞിട്ട് എന്താണ് കുറേ ദിവസമൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാലേ ഈ മഴക്കാലമായതുകൊണ്ട് തണുപ്പടിച്ചു തുടങ്ങിയപ്പോൾ അത് എന്താ പറയുക, മുളയ്ക്കാനുള്ള ടൈമായി. അത് തന്നെ ഇരുന്ന് മുളയ്ക്കായിരുന്നു, നമ്മളിപ്പോൾ എടുത്തില്ലെങ്കിൽ. അടിപൊളി. പണ്ടൊക്കെ നമ്മൾ എക്സ്പെർട്ടായിരുന്നു അതിന്, പക്ഷെ സമയമെടുക്കും. കണ്ടോ, അത്രയുള്ള പരിപാടി. പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒക്കെ പൊട്ടി കരിഞ്ഞു പോയി. ഇല്ല, എന്നാലും ഉണ്ട് കേട്ടോ. ഈ കശുവണ്ടി ഇപ്പോൾ ബാക്കിയുള്ളതേ നമ്മൾ പുറത്തിട്ട് കഴിഞ്ഞാൽ എല്ലാം മുളയ്ക്കും. ഈ കശുവണ്ടി മുളച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിപ്പ് കിട്ടും കേട്ടോ. മുളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിൽ പരിപ്പുണ്ടാവും പച്ച കളറിൽ, അതും തിന്നാൻ പറ്റും, നമ്മുടെ ഇഷ്ടം. അപ്പോൾ നമ്മളുടെ ചുട്ട് നമ്മളിപ്പോൾ തല്ലിയെടുത്ത കശുവണ്ടിയാണത്. ഇതാണ് ഒറിജിനൽ നാടൻ കശുവണ്ടി പരിപ്പ്, കശുവണ്ടി ചുട്ടത്. ഓക്കെ, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ കൈയൊക്കെ ആകെ പൊള്ളി, എൻ്റെ കയ്യിലൊക്കെ വൈറ്റ് കളറിൽ പാച്ചസ് വന്നു. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ചുട്ട കശുവണ്ടി. വയ്യാണ്ടായി, നല്ല പണിയാണ്. കണ്ടോ, ഇങ്ങനെയുണ്ട് സംഭവം. കിടക്കില്ലേ ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിംഗ് ടൈം ആയി. കണ്ടോ, അടിപൊളിയാണ്. നിങ്ങൾ ഈ വെള്ള കളറിൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന കശുവണ്ടി ഇങ്ങനെ ചുട്ടെടുത്തിട്ടുള്ള അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.